സങ്കീർത്തനം 84:3 തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു: എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും സഹോദര തുല്യം സ്നേഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ കുരിശാണ് ഇത്. ഈ അടയാളത്തെ തൻ്റെ പ്രതീകമായി സ്വീകരിക്കുകയും തൻ്റെ കത്തുകളിലും ആശീർവാദങ്ങളിലും ഒപ്പിടാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. കുരിശിൻ്റെ വഴി എന്ന ഭക്തിക്ക് തുടക്കമിട്ടതും അതിന് പ്രചാരം നൽകിയതും ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ്. ടി ആകൃതിയിലുള്ള ശിരസില്ലാത്ത ഈ കുരിശിൻ്റെ ശിരോഭാഗം ഇത് ധരിക്കുന്നവരുടെ ശിരസായി കണക്കാക്കുന്നു. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം ഇവയെ ഇത് ഓർപ്പിക്കുന്നു. സ്വയം എളിമപ്പെട്ടാണ് ഇത് ധരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെയും എളിമയുടെയും പാപപരിഹാരത്തിൻ്റെയും പ്രതീകമാണ് ഇത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മുദ്രയാണിത്. ഈ അടയാളം നെറ്റിയിൽ ധരിച്ചവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനാൽ ഇത് ദൈവസംരക്ഷണത്തിൻ്റെയും രക്ഷയുടെയും പ്രതീകമായി മാറി. താവോ കുരിശ് എന്നിത് അറിയപ്പെടുന്നു. ഈശോയുടെ കുരിശിൻ്റെ ലളിത രൂപമായി വിശുദ്ധ ഫ്രാൻസിസ് ഇതിനെ കണ്ടു. AD 1215 ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ 4-ാം ലാറ്ററൻ കൗൺസിലിൽ ഈ അടയാളത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോഴാണ് ഫ്രാൻസിസ്കൻ സഭയുടെ ഔദ്യോഗിക മുദ്രയായി വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇതിനെ സ്വീകരിച്ചത്. ഹീബ്രു അക്ഷരമാലയിലെ ആദ്യ അക്ഷരം അലഫ്, ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം ആൽഫ, ഹീബ്രുവിലെ 22ാമത്തെയും അവസാനത്തെയും അക്ഷരമാണ് താവ്. അടയാളം, മുദ്ര, സത്യം എന്നെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം. പുരാതന ഹീബ്രുവിൽ തമ്മിൽ പിണഞ്ഞു കിടക്കുന്ന വടികൾ അല്ലെങ്കിൽ കുരിശ് എന്ന ചിത്രസൂചകത്തിൽ നിന്നാണ് ഈ അക്ഷരം ഉത്ഭവിച്ചത്. ഹീബ്രു ഗണിതശാസ്ത്രപ്രകാരം താവ് എന്ന അക്ഷരത്തിൻ്റെ മൂല്യം 400 പൂർണ്ണതയുടെ പ്രതീകമായി ജൂത പാരമ്പര്യം ഇതിനെ കാണുന്നു. ദൈവത്തിൻ്റെ അടയാളമായും സത്യമായും ഇതിനെ വിശേഷിപ്പിക്കുന്നു. യുഗത്തെ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും, അതായത് BC-യും AD-യുമായി നാം കണക്കാക്കുന്നു. സകലത്തിനും ചരിത്രത്തിനും അതീതമായി എക്കാലവും നിലനിൽക്കുന്ന ദൈവമാണ് കർത്താവായ ഈശോ മിശിഹ. അവിടുന്ന് ആദ്യം അന്തവുമാണ്, ആൽഫയും ഒമേഗയും. വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. ഈ താവോ കുരിശിനെ പ്രതീകമായി സ്വീകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോട് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.